കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ട് ഭാവി ഇനി ബി ജെ പിയിലാണ് സുരക്ഷിതമായി അവിടെ തന്നെ നിൽക്കാം എന്ന് കരുതിയ പത്മജ വേണുഗോപാലിന് 8ന്റെ പണി കിട്ടി എന്ന് മനസ്സിലായതോടെ തിരികെ കോൺഗ്രസിലേക്ക് എത്താൻ വലിയ രീതിയിൽ ശ്രമിക്കുകയാണ്. തൻ്റെ സഹോദരൻ മുരളീധരനുമായി ഒരു രീതിയിലും അഭിപ്രായ വ്യത്യാസമില്ല, മുരളിയേട്ടൻ്റെ ഭാവിയാണ് എനിക്ക് വലുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് മെല്ലെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനാണ്. ഇനി വലിയ രീതിയിൽ സ്ഥാനമാനമൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, കാരണം ബി ജെ പി വെറുതെയാണ് വിളിച്ചത്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ 2026 സമ്മതിക്കും എന്ന ധാരണയോടെയാണ്. അത്തരത്തിൽ ചില ആളുകളുടെ അഭിപ്രായത്തിൻ്റെ പേരിലാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയത്. എന്നാൽ സംഘടനാ നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രനല്ല, രാജീവ് ചന്ദ്രശേഖരനാണ്. പതിയെ ഡീല് മാറി മറിയുകയാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുതിയ സ്ട്രാറ്റജിയാണ് പയറ്റുന്നത്. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിന് സീറ്റ് കിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവർക്ക് ഉറപ്പുള്ള ആ സീറ്റ് പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു കാര്യമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് സുനിൽകുമാറിനോട് പരാജയപ്പെട്ട അവർ 2021 നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അതിനു മുമ്പ് വരെ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന തൃശ്ശൂർ നിയോജക മണ്ഡലം എങ്ങനെയാണ് കൈവെള്ളയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത് വലിയ തോതിൽ പത്മജ എന്ന നേതാവിനോട് ജനങ്ങൾക്കാർക്കും മതിപ്പില്ലായിരുന്നു. മാത്രമല്ല, പാർട്ടി സമര പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുക്കാതെ എപ്പോഴും അവർ കരുണാകരൻ്റെ പേരുപയോഗിച്ച് മാത്രം, അതായത് പിതാവിൻ്റെ ലേബലിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം നേടിയെടുക്കാം എന്ന് മാത്രം കരുതിയ വ്യക്തിയാണ്. അത് തിരിച്ചടിയാണ് ജനങ്ങൾ നൽകിയത് എന്ന് മാത്രം. അതോടെയാണ് കോൺഗ്രസിനെ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട്, കരുണാകരനാണ് കോൺഗ്രസിനെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് തനിക്കും സ്ഥാനമാനങ്ങളെല്ലാം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെയെല്ലാം പരിഹസിച്ച് പുച്ഛിച്ച് ഒടുവിൽ ബി ജെ പിയിലേക്ക് പോയത്. അനിൽ കെ ആൻ്റണിയെ പോലെ ബി ജെ പിയിൽ പെട്ടെന്ന് കയറി എന്തെങ്കിലുമൊക്കെ നേതാവാകാം എന്ന് വിചാരിച്ചപ്പോൾ അനിൽ കെ ആൻ്റണിക്ക് കിട്ടിയ പദവികൾ പോലും തനിക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലായതോടെ ആകപ്പാടെ വിഷണ്ണയായിരിക്കുന്നവർ തിരിച്ച് കോൺഗ്രസിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ മുരളീധരൻ വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇപ്പോൾ കിട്ടാതെ കോൺഗ്രസിൽ അലയുകയാണ് എന്നൊക്കെ അവർ തട്ടിവിടുന്നുണ്ട്. എന്നാൽ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തനിക്ക് ഒന്നും പറയാനില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. അവർ കോൺഗ്രസിൽ വന്നാലും അവർക്ക് കാര്യമായ സ്ഥാനമാനങ്ങളൊന്നും ഇനി ആരും കൊടുക്കില്ല. കാരണം ഒരിക്കൽ അവർ വഞ്ചിച്ചതാണ്. അവർക്ക് കാര്യമായ സ്ഥാനമാനങ്ങൾ കൊടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും കെ മുരളീധരൻ പറയുന്നുണ്ട്, താനും തൻ്റെ പിതാവായ കെ കരുണാകരനും കോൺഗ്രസ് പാർട്ടി വിട്ടുപോകേണ്ടി വന്ന അവസ്ഥ വന്നപ്പോഴും NCPയിലേക്ക് ചേക്കേറുമ്പോഴും ഒരിക്കലും വർഗീയ കക്ഷികളോട് പ്രീണനം കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. രാഷ്ട്രീയത്തിൽ ഇനി ഒരു സ്ഥാനമാനം കിട്ടിയില്ലെങ്കിലും വർഗീയ കക്ഷികളുമായി ഒരു രീതിയിലുള്ള ഒത്തുതീർപ്പും ഇല്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പത്മജ അങ്ങനെയല്ല. BJP ഒരു രീതിയിലും അവസരം കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ വേറെ വഴിയില്ലാതെ ആകപ്പാടെ തേഞ്ഞിരിക്കുകയാണ്.